നമസ്കാരം, ഞാൻ വിശ്വരാമൻ. വാർത്താസന്ധിയിലേക്ക് വിശദമായി. ക്രൂരതയ്ക്ക് തൂക്കുകയർ. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. വിധിന്യായത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഗ്രീഷ്മ ഷാരോൺ രാജിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂരകൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ടു പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോൺ രാജിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 തവണ ഗൂഗിളിൽ തിരഞ്ഞു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷന് ജയമാണ്, പ്രോസിക്യൂഷന് ജയമാണ്. ഞങ്ങളുടെ മുന്നിൽ വളരെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം കോടതിയിൽ എത്തിക്കുന്നതിനും അത് കോടതിയെ മനസ്സിലാക്കിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രോസിക്യൂഷന് സാധിച്ചു. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു വിജയം കൂടി തന്നെ. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഷാരോൺ കേസിലെ തെളിവുകൾ സംരക്ഷിച്ചത് അദൃശ്യനായ ദൈവം. വിധി പ്രസ്താവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കോടതി. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അതിലേക്ക് വഴിതെളിച്ചത്, വഴി നയിച്ചത് പോലീസും പ്രോസിക്യൂഷനും കാട്ടിയ നിതാന്ത ജാഗ്രതയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കണ്ണുകളോടെയാണ് ഷാരോൺ രാജിന്റെ കുടുംബം കേട്ടത്. കോടതിക്ക് മുന്നിൽ കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞു കുടുംബം. ദൈവത്തിന്റെ രൂപത്തിൽ നീതിമാനായ ജഡ്ജി ഇറങ്ങി വന്നു എന്നായിരുന്നു ഷാരോണിന്റെ മാതാവ് പ്രിയയുടെ പ്രതികരണം. 2 വർഷം ഷാരോൺ രാജിന്റെ കുടുംബം നടത്തിയ നിയമപോരാട്ടമാണ് ഒടുവിൽ വിജയത്തിലെത്തിയത്. കുടുംബം ആഗ്രഹിച്ച വിധി വന്നപ്പോൾ കോടതിയിൽ വൈകാരിക നിമിഷങ്ങൾ. കണ്ണീരോടെ ജഡ്ജിയെ തൊഴുത് നന്ദി രേഖപ്പെടുത്തി. തന്റെ പൊന്നുമോനായി ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ നേരിട്ടെത്തി വിധി പറഞ്ഞെന്ന മാതാവ് പ്രിയ. നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് ഞങ്ങൾ വളരെയേറെ സന്തുഷ്ടരാണ്. 1000 നന്ദി. തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അന്വേഷണ സംഘം ഏറ്റവും നന്നായി കേസന്വേഷിച്ചെന്ന സഹോദരൻ ഷിമോൻ. പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി. അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. CI സജി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിധിയിലെ തൃപ്തി ഒറ്റ വരിയിലൊതുക്കി പിതാവ് ജയരാജ്. അവർക്ക് അവസാന ശിക്ഷ കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു, അത് നടന്നു. ആഗ്രഹിച്ച വിധി വന്നതോടെ 2 വർഷം നീണ്ട നിയമപോരാട്ടം കൂടി കുടുംബം അവസാനിപ്പിക്കുകയാണ്. സലിം മാലിക്, 24 തിരുവനന്തപുരം.
കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 50,000 രൂപ പിഴയടക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് സിയാൽദ വിചാരണ കോടതി. നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാര തുക സ്വീകരിക്കില്ല എന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം അറിയിച്ചു. മനസാക്ഷിയെ ഞെട്ടിച്ച കൊൽക്കത്ത ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം സിയാൽദ വിചാരണ കോടതി തള്ളി. പ്രതി കുറ്റം ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി ആവർത്തിച്ചെങ്കിലും പരമാവധി ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായില്ല. കോടതി വിധിച്ച 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷാവിധിയുടെ വാദത്തിനിടയിലും പ്രതി സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചു. തന്നെ പോലീസ് പെടുത്തിയതാണെന്നും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രതി ആരോപിച്ചു. സമൂഹത്തിന് മുതൽക്കൂട്ടാൻ വേണ്ട ഡോക്ടറെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. സമൂഹത്തിന്റെ വിശ്വാസമാർജിക്കുന്നതിനും അതിശക്തമായ സന്ദേശം നൽകുന്നതിനും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBIയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിർഭയയ്ക്ക് ശേഷം രാജ്യം കണ്ട അതിക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ്. പ്രതിക്ക് വധശിക്ഷ എന്ന മുറവിളി രാജ്യമെങ്ങും അലയടിച്ചിരുന്നു. വിധിയിലുള്ള നിരാശ ആരോഗ്യ പ്രവർത്തകർ പരസ്യമാക്കി കഴിഞ്ഞു. നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ വിധിക്കെതിരെ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. വിധിയിൽ തൃപ്തിയില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. ഇരയ്ക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ലെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. ആർജിക്കർ ആശുപത്രിയിൽ റെസിഡന്റ് ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട കേസിലെ വിചാരണ കോടതി വിധിയിൽ ഇരയുടെ കുടുംബത്തിനു പിന്നാലെ ഡോക്ടേഴ്സ് അതൃപ്തി അറിയിച്ചു. വിധിയിൽ സിയാൽദ കോടതിക്ക് മുന്നിൽ ഡോക്ടേഴ്സ് പ്രതിഷേധിച്ചു. വധശിക്ഷ വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. മേൽക്കോടതിയെ സമീപിക്കുമെന്നും ജൂനിയർ ഡോക്ടേഴ്സ് പ്രതികരിച്ചു. കോടതി വിധിച്ചത് ജീവപര്യന്തമാണെന്നും ഉത്തരവിൽ തൃപ്തിയില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമത. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നീതി നടപ്പാക്കുന്നതിൽ നിയമങ്ങൾ പരാജയപ്പെടുന്നുവെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. Where is the question of sentencing? It is entirely arbitrary and subjective. So on all these grounds, I would say justice is yet to be done in the RG Kaur rape and murder case of that brave young woman, Tilottama. പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ വിധിക്കണമെന്നായിരുന്നു CBIയും പെൺകുട്ടിയുടെ കുടുംബവും ആവശ്യപ്പെട്ടത്. 24, ഡൽഹി. KPCC നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. നേതൃമാറ്റത്തിലും പുനഃസംഘടനയിലും നേതാക്കളോട് AICC അഭിപ്രായം തേടി. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ പ്രത്യേകം കണ്ടു. വിശദാംശങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. സലീം, ഒരു വാർത്താ സമ്മേളനത്തിന്റെ കാര്യം ഇന്ന് അറിയിച്ചിരുന്നുവല്ലോ, അതടക്കം ഒഴിവാക്കിയത് ഈ ഭിന്നതകളെ തുടർന്നാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം? ഉന്മേഷ്, സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്ന KPCC പുനഃസംഘടന അത് ഇപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കമാൻഡ് നേരിട്ട് സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ്. ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, സംസ്ഥാനത്ത് അടിയന്തരമായ ഒരു പുനഃസംഘടന ആവശ്യമാണോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നേരിട്ട് ഹൈക്കമാൻഡ് ഇടപെട്ട് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല, ബെന്നി ബെഹന്നാൻ, സണ്ണി ജോസഫ് എന്നീ 3 പേരുമായി ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തി വിവരങ്ങൾ ആരാഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചോദിച്ചത് സംസ്ഥാനത്ത് നിലവിൽ ഈ നേതൃത്വത്തെ കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ നേട്ടമുണ്ടാകുമോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ നേട്ടമുണ്ടാകുമോ, സംസ്ഥാനത്ത് അടിയന്തരമായ ഒരു പുനഃസംഘടന വേണോ എന്നുള്ളതായിരുന്നു ഇവരോട് ചോദിച്ചത്. ഇവർ അതിന് അവരവരുടേതായ മറുപടികൾ നൽകി. രമേശ് ചെന്നിത്തല പറഞ്ഞത് എല്ലാവരോടും അഭിപ്രായം ചോദിക്കൂ, അതിനുശേഷം താൻ വീണ്ടും അഭിപ്രായം പറയാം എന്നാണ് പറഞ്ഞത്. അതേസമയം പാർട്ടിയിലെ ഭിന്നതകൾക്ക് അവസാനമില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ ഇപ്പോഴും ഇന്ന് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കോൺഗ്രസിനെതിരെ CPIM. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ കുതിരക്കച്ചവടം എന്നാണ് ആരോപണം. പാർട്ടിക്കും പോലീസിനുമെതിരെ ആരോപണം ഘടിപ്പിച്ച് കൗൺസിലർ കലാരാജു രംഗത്തെത്തി. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതും തിരികെ വിട്ടതും കോൺഗ്രസ് ആണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് CPIM കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി. അവിശ്വാസ പ്രമേയത്തിന് 3 ദിവസം മുന്നേ കലാരാജുവിനെ കോൺഗ്രസ് ഒളിപ്പിച്ചു.
ബാങ്ക് ഇടപാടുകൾ ഒത്തുതീർപ്പാക്കാമെന്ന വാഗ്ദാനം നൽകി. അനൂപ് ജേക്കബ് MLA നേതൃത്വത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണെന്നും CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്. ജനുവരി 15 മുതൽ ജനുവരി 18 രാവിലെ വരെ കലാരാജു എവിടെയായിരുന്നു? അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ഞങ്ങൾ പോലീസിന് കൈമാറും. കൂത്താട്ടുകുളത്തും പരിസര പ്രദേശത്തുമായി ചില വീടുകളിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കമുള്ള വീടുകളിൽ കലാരാജുവിനെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. CPIM ആരോപണങ്ങൾ കലാരാജു തള്ളി. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണം ബാലിശമാണെന്നും കലാരാജു. UDF എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ കാണാതായിട്ട് ഒരു പോലീസിൽ പരാതി കൊടുത്തിരുന്നോ? കൗൺസിലറെ, അവരുടെ കൂടെയുള്ളൊരു കൗൺസിലറെ കാണാതായി എന്ന് ഇവരിപ്പോൾ പറയുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലൊരു ഇൻഫർമേഷൻ ഉണ്ടോ ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതിന്? കേസിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. CPIM വിശദീകരണ യോഗം നാളെ കൂത്താട്ടുകുളത്ത് നടക്കും. 24 കൊച്ചി. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്ത സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെടാൻ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാർക്ക് വിയോജനക്കുറിപ്പ് നൽകും. ഇന്ന് നടന്ന യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉൾപ്പെടെ 3 BJP പ്രതിഷേധ മാർച്ച് നടത്തി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് റദ്ദാക്കണമെന്ന പ്രത്യേക അജണ്ടയിലാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നത്. BJP ഈ വിഷയത്തിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രസിഡന്റ് രേവതി ബാബു ആദ്യമേ അനുമതി നിഷേധിച്ചു. പ്രമേയത്തിന് ഒരാഴ്ച മുൻപ് അനുമതി വാങ്ങണമെന്ന് അറിയിച്ചു. തുടർന്ന് പലതവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. മദ്യനിർമ്മാണശാലയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിൽ കോൺഗ്രസ് അംഗത്തിന് പങ്കുണ്ടെന്ന ആരോപണവും അടിയന്തര യോഗം വിളിച്ചത് എന്തിനെന്ന CPIM അംഗത്തിന്റെ ചോദ്യവും പരസ്പരമുള്ള രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചു. മദ്യനിർമ്മാണശാല വരുന്നതിലെ വിയോജിപ്പ് സർക്കാരിനെ അറിയിക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, സാധാരണക്കാർ ഇതൊക്കെ വെച്ചും കൊണ്ട് പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം വരുന്നതിനോട് ഈ ഭരണസമിതിക്ക് താല്പര്യമില്ല എന്നുള്ള ഞങ്ങളുടെ വിയോജനം ഗവൺമെന്റിലേക്ക് ഇന്നത്തെ തീരുമാനത്തിന്റെ കോപ്പി ഇന്ന് തന്നെ മെയിൽ അയക്കാനായിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മദ്യനിർമ്മാണശാല വരുന്നതിൽ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ CPIM അംഗങ്ങൾ ഇതിപ്പോ സർക്കാരിൽ നിന്ന് ഒരു തീരുമാനവും മറ്റും ഒന്നും വരാതെ ഒരു ശൂന്യതയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു അജണ്ട പോലെയാണ് ഇന്ന് അജണ്ട വെച്ചിട്ടുള്ളത്. അപ്പൊ ആ അജണ്ടയിൽ മേൽ ഒരു തീരുമാനം ഞങ്ങൾക്ക് പറയാനില്ല. എലപ്പുള്ളി പഞ്ചായത്തിലേക്കും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ഉൾപ്പെടെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. 24 പാലക്കാട്. മലപ്പുറം കൊണ്ടോട്ടിയിലെ നവവധു ഷഹാന മുംതാസിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അറസ്റ്റിൽ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് അബ്ദുൽ വാഹിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം അവഹേളിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നായിരുന്നു ഷഹാനയുടെ കുടുംബത്തിന്റെ പരാതി. നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ഈ കേസിലാണ് അബ്ദുൽ വാഹിദിനെ പോലീസ് പിടികൂടിയത്. ഇന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗമാണ് അബ്ദുൽ വാഹിദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് കൊണ്ടോട്ടി പോലീസിന് പ്രതിയെ കൈമാറി. ജനുവരി 14 കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് അബ്ദുൽ വാഹിദ് ഷഹാനയെ നിറത്തിന്റെ പേരിൽ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും വിവാഹബന്ധം വേർപിരിയാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. 2024 മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 20 ദിവസം ഷഹാനയ്ക്കൊപ്പം ഒരുമിച്ച് താമസിച്ച ശേഷമാണ് പ്രതി ഗൾഫിലേക്ക് മടങ്ങിയത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. 24 മലപ്പുറം. വയനാട്ടിൽ വിശ്വാസം മറയാക്കി ആദിവാസി സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട 43-കാരിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്നെ പ്രതി നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് അതിജീവിത 24 പറഞ്ഞു. പ്രതി പുളിമൂട് സ്വദേശി വർഗീസിനെ തിരുനെല്ലി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. 24 എക്സ്ക്ലൂസീവ്. ഏതോ ഒരു സ്വാമീൻ്റെ അടുത്ത് പോയിട്ടാ പോലും വന്നത്. ഒരു ജപിച്ച ചരടെല്ലാം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെല്ലാം കെട്ടിത്തന്നിട്ട്
പിന്നെ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്നെ പീഡിപ്പിക്കുമായിരുന്നു, ലൈംഗികമായിട്ടല്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ ആ സ്വാമീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ കൊന്നുകളയും, നീ മാത്രമല്ല നിൻ്റെ കുടുംബത്തോട് പിന്നെ ഉണ്ടാവില്ല ഭൂമിയിൽ എന്നെല്ലാം. അങ്ങനെ എപ്പോൾ വരുമ്പോഴും ഇയാൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വീട്ടിൽ വരുമ്പോഴെല്ലാം കള്ളും കുടിച്ചിട്ടാണ് വരിക. സ്വാമിയുടേതെന്ന് പറഞ്ഞ് ജപിച്ച ചരടുമായി എത്തിയ വർഗീസ് നിർബന്ധിച്ച് അതിജീവിതയുടെ കയ്യിൽ കെട്ടിയ ശേഷമാണ് ആദ്യം പീഡിപ്പിച്ചത്. ചരട് കെട്ടിയാൽ മാനസിക സ്വാസ്ഥ്യം മാറുമെന്നും നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മരണവെപ്രാളം പോലെ എന്തെല്ലോ ആയിത്തീരൂ. അപ്പോൾ പിന്നെ ഇയാളെ തന്നെ വിളിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. എൻ്റെ സിമ്മെല്ലാം മാറ്റിയിട്ട് വേറെ ആരും വിളിക്കരുത്, എന്നെ മാത്രം വിളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത്. അപ്പോൾ എനിക്ക് വേറെ ആരെയും വിളിക്കാനും തോന്നുന്നില്ല. ഇയാൾ മഞ്ഞവെള്ളത്തിൽ എന്തെല്ലോ കലക്കിയിട്ട് എന്നെ കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ എന്നെ മാനസികമായി തകർത്ത് കളഞ്ഞ അയാൾ. 2023 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെ പലതവണ യുവതിയെ പീഡനത്തിനിരയാക്കി, മയക്കുമരുന്ന് നൽകിയും പീഡിപ്പിച്ചു. മാത്രമല്ല സാമ്പത്തികമായും അതിജീവിതയെ പ്രതി ചൂഷണം ചെയ്തു. പൈസ എല്ലാം വാങ്ങും. ഇയാൾ വന്നാൽ വണ്ടിക്കൂലി കൊടുക്കണം. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ 2000, 1000, 3000 ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കണം. അപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇയാൾ ഭീഷണിപ്പെടുത്തും. അപ്പോൾ പിന്നെ ഇനി അയാൾ ഇതോടെ പഠിക്കണം. അയാൾക്ക് 2 മക്കളുള്ളതല്ലേ, ഭാര്യ ഉള്ളതല്ലേ. പ്രതി വർഗീസിനെ തിരുനെല്ലി പോലീസ് പിടികൂടി. ക്രൂരമായി പീഡിപ്പിക്കൽ, തടഞ്ഞുവെക്കൽ, ST വിഭാഗത്തിനെതിരായ അതിക്രമം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. പ്രതി സജീവ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് CPIM ആരോപിച്ചു. 24 വയനാട്. കണ്ണൂരിൽ നിന്ന് മോഷ്ടിച്ച ക്രെയിൻ കോട്ടയം രാമപുരത്ത് കണ്ടെത്തി. എരുമേലി സ്വദേശി മാർട്ടിനെ പോലീസ് പിടികൂടി. ദേശീയപാത നിർമ്മാണത്തിനെത്തിച്ച ക്രെയിനാണ് തളിപ്പറമ്പ് കുപ്പത്ത് നിന്ന് ഇന്ന് പുലർച്ചെ മോഷ്ടിച്ചത്. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 19-ാം തീയതി പുലർച്ചെ 1 മണിയോടെയാണ് ഈ ക്രെയിൻ തളിപ്പറമ്പ് കുപ്പത്ത് വെച്ച് മോഷണം പോയത്. അതിന്റെ CCTV ദൃശ്യം, ഈ ക്രെയിൻ കൊണ്ടുപോകുന്ന CCTV ദൃശ്യമൊക്കെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് പോലീസ് ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയാണ് ഈ ക്രെയിൻ. ഈ കമ്പനി അധികൃതരുമായൊക്കെ സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളാണ് ഈ തളിപ്പറമ്പിൽ നിന്ന് മോഷ്ടിച്ച ക്രെയിനാണ് ഇപ്പോൾ കോട്ടയത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിന്റെ കാലിൽ നിന്ന് ഇഞ്ചക്ഷൻ സൂചി കണ്ടെത്തിയതിൽ പോലീസ് കേസെടുത്തു. കുഞ്ഞിന്റെ പിതാവ് നൽകിയ പരാതിയിലാണ് പരിയാരം പോലീസിന്റെ നടപടി. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെയാണ് കേസ്. ഇന്ന് രാവിലെയാണ് കുടുംബം പരാതി നൽകിയത്. ഭാരതീയ ന്യായ സംഹിത 125A പ്രകാരമാണ് പരിയാരം പോലീസ് കേസെടുത്തത്. പ്രസവശേഷം നൽകിയ വാക്സിനേഷൻ ഉപയോഗിച്ച സൂചി കുട്ടിയുടെ തുടയിൽ കുടുങ്ങിയെന്നായിരുന്നു ആരോപണം. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സക്കിടെയാണ് 25 ദിവസത്തിനു ശേഷം സൂചി കണ്ടെത്തിയത്. ഇതിനിടെ 2 തവണ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും കുഞ്ഞിനെ ആവശ്യമായ രീതിയിൽ പരിശോധിച്ചില്ലെന്നും പരാതിയുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നുണ്ട്, അവിടെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. DYSP അന്വേഷിക്കേണ്ടത് അത് വ്യക്തമായിട്ട് അന്വേഷിക്കുന്ന പറഞ്ഞാൽ തീർച്ചയായും മുന്നോട്ട് തന്നെ പോകും. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 4-അംഗ സമിതിയുടെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാകാതെ വീഴ്ച സംഭവിച്ചുവെന്ന് പറയാനാകില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിലപാട്. 24 കണ്ണൂർ. റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് ഒത്തുതീർക്കുന്നതിനായി ഭക്ഷ്യമന്ത്രി വ്യാപാരികളുമായി നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. ഈ മാസം 27 മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്ന് സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു. ക്ഷേമനിധി പെൻഷൻ വർധന, KTPDS ആക്ടിലെ ഭേദഗതി എന്നിവയിലെല്ലാം വ്യാപാരികളുടെ ആവശ്യം ഭക്ഷ്യവകുപ്പ് അംഗീകരിച്ചു. എന്നാൽ ശമ്പളം കൂട്ടണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. കൊച്ചിൻ ഖനീഫ മെമ്മോറിയൽ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് 24-ന് 2 പുരസ്കാരങ്ങൾ. മികച്ച ന്യൂസ് റിപ്പോർട്ടറായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തെരഞ്ഞെടുക്കപ്പെട്ടു. സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനാണ് മികച്ച ന്യൂസ് പെർഫോമർ അവാർഡ്. ഫെബ്രുവരി 5-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൊച്ചിൻ ഖനീഫ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ AK സത്താർ, J വിജയരാജൻ, ജമാൽ ഫനാൻ, പൂർണിമ മേനോൻ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.
വാർത്താസന്ധ്യ പൂർത്തിയാകുന്നു.